പ്രൈസ് ലോർഡ്. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. അവൻ്റെ പുത്രന്മാർ ഓരോരുത്തൻ താന്താൻ്റെ ദിവസത്തിൽ താന്താൻ്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും ഞങ്ങളോടു കൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെ ആളയച്ച് വിളിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. എന്നാൽ വിരുന്നു നാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ് പക്ഷേ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു. നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച ഇയ്യോബ് തൻ്റെ കുടുംബത്തെക്കുറിച്ച് ഉത്തരവാദിത്വവും തനിക്കുള്ള മക്കളെക്കുറിച്ച് ആത്മഭാരവുമുള്ള ഒരു നല്ല പിതാവായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. തൻ്റെ മക്കൾ വല്ല വിധേനയും പാപം ചെയ്ത് ദൈവത്തിങ്കിൽ നിന്ന് ഹൃദയം കൊണ്ട് അകന്നു പോയോ എന്ന് ചിന്തിച്ച് പിതാവ് നന്നാ രാവിലെ എഴുന്നേറ്റ് അവരെ ശുദ്ധീകരിക്കുകയും അവർക്ക് വേണ്ടി ഹോമയാഗങ്ങൾ കഴിക്കുകയും ചെയ്തു. ഇന്ന് കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് സ്നേഹവും കരുതലും ലഭിക്കാതെ അവർ വീട്ടിൽ നിന്ന് അകന്ന് മൊബൈൽ കണ്ടും പുതിയ ഫ്രണ്ട്ഷിപ്പും മറ്റു പലതിനും അഡിക്റ്റായി ജീവിതം ഹോമിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ ദൈവത്തോടെ തൻ്റെ മക്കൾക്കായി യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. നിന്റെ ഹൃദയം വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലയ്ക്കൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കലേക്ക് കൈമലർത്തുക. ഇന്നത്തെ തലമുറ ദുരുപദേശങ്ങൾക്കും ഇൻ്റർനെറ്റിനും അഡിക്റ്റായി പോകുന്നു. ഉണർന്ന് മാതാപിതാക്കൾ നിലവിളിക്കട്ടെ. യേശു പറഞ്ഞു, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. യുവ തലമുറകളെ തിരുവചന സത്യങ്ങൾ മനസ്സിലാക്കി സകലത്തെയും വിവേചിച്ചറിയുവാൻ ശ്രമിക്കുക. നിത്യത നഷ്ടപ്പെടാതെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ, ദൈവഭയത്തോടെ ക്രിസ്തീയ ജീവിതം വിജയകരമാക്കുവാൻ യുവതലമുറ നന്നായി ശ്രമിക്കുക. പ്രാർത്ഥന, വചനധ്യാനം ഇല്ല എങ്കിൽ സാത്താൻ ഹൃദയത്തെ വഞ്ചിക്കുന്നതിനാൽ പാപത്തിലകപ്പെടാതെ വളരെ സൂക്ഷ്മതയോടെ കാൽച്ചുവടുകൾ വയ്ക്കുവാൻ ദൈവം സഹായിക്കട്ടെ. സ്കൂൾ കോളേജ് തുറക്കുന്ന ടൈമാണല്ലോ. നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് നമ്മെ രഹസ്യത്തിൽ കാണുന്ന ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോകുക. യൗവനക്കാര, നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. കാരണം ദുർദിവസങ്ങൾ വരും. ഒരുപക്ഷെ കൂട്ടുകാർ, വീട്ടുകാരെല്ലാം ഉണ്ടെന്ന് നിനക്ക് തോന്നും. പക്ഷേ ഇവരൊന്നും എപ്പോഴും കാണുകയില്ല എന്ന് ഓർത്തുകൊള്ളുക. ഇവരൊക്കെയും ഒരു നാൾ തള്ളിക്കളയും. അപ്പോഴും മാറാത്ത ഒരുവനുണ്ട് എന്ന്, അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.